ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ചെമ്മനാട് കോളിയടുക്കത്തെ അച്ഛന്റെയും മകളുടെയും മരണം. മകൾ തൂങ്ങി മരിച്ച വിവരം നാട്ടുകാരെ അറിയിച്ചതിനു ശേഷം അച്ഛനും അതേ ഹുക്കിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മീപ്പുഗിരി സ്വദേശികളായ ഗണേശനും മകൾ വൈഷ്ണവിയുമാണ് മരിച്ചത്. കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. കഴിഞ്ഞ വർഷവും ഈ വീട്ടിൽ അച്ഛനും മകനും തൂങ്ങി മരിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. Bindu Jewelry. It's a promise of lifetime. ചെമ്മനാട് കോളിയടുക്കം ശിവപുരം ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ ഗണേശനും +2 വിദ്യാർത്ഥിനിയായ മകൾ വൈഷ്ണവിയും മരിച്ച സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. മകൾ മുറിയിൽ തൂങ്ങി മരിച്ച വിവരം ഗണേശൻ അയൽവാസികളെ അറിയിക്കുകയായിരുന്നു. എന്നാൽ അയൽവാസികൾ എത്തുന്നതിന് മുൻപ് തന്നെ തിരികെ വീട്ടിൽ കയറിയ ഗണേശൻ വാതിൽ അകത്തുനിന്ന് പൂട്ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്ന് വിവരമറിഞ്ഞെത്തിയ മേൽപ്പറമ്പ് പോലീസ് വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൾ മരിച്ചുകിടന്ന അതേ മുറിയിൽ ഒരേ ഫാനിന്റെ ഹുക്കിൽ തന്നെ ഗണേശനും ജീവനൊടുക്കുകയായിരുന്നു. സംഭവസമയം ഹോം നഴ്സായ ഭാര്യ ഓമനയും കാറ്ററിംഗ് ജീവനക്കാരനായ മകൻ വിഷ്ണുവും ജോലിസ്ഥലത്തായിരുന്നു. മൂത്ത മകൾ വിവാഹിതയാണ്. പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്നു വൈഷ്ണവി. മകളുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മകൾ മരിച്ചതിന്റെ മാനസികാഘാതത്തിലാകാം അച്ഛനും കടുങ്കൈ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ കുടുംബം ശിവപുരത്തെ വാടക വീട്ടിലേക്ക് മാറിയത്. അതിനിടെ ഈ വീട്ടിൽ മുൻപും തൂങ്ങിമരണങ്ങൾ നടന്നിട്ടുണ്ടെന്നത് നാട്ടുകാരെ കൂടുതൽ ഞെട്ടിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ഒരു യുവാവും 3 മാസത്തിനു ശേഷം ഇതേ യുവാവിന്റെ പിതാവും ഇതേ വീട്ടിൽ ജീവനൊടുക്കിയതായി പോലീസ് പറയുന്നു. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.